എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റെല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ പറമ്പും മേളിലെ വീടൊക്കെ ആയിട്ടാണ്. ഇവിടെ എൻ്റെ തറവാട്, എൻ്റെ അമ്മ വീട്. ഇവിടെ മുത്തശ്ശി ഒരമ്മാവനും അമ്മാൻ്റെ ഫാമിലി ഉള്ളത്. ഒരു കുഞ്ഞ് ഹോട്ടലൊക്കെ ഉണ്ട്, പണ്ട് ഹോട്ടലിൽ. അപ്പോൾ അന്നൊക്കെ ഞാനൊരു വെക്കേഷൻ വരുമ്പോൾ പിന്നെ സ്കൂളിലേക്ക് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ആദ്യത്തെ വണ്ടിക്ക് അങ്ങോട്ട് പോരും. ഒരു ബിഗ് ഷോപ്പറിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങ് പോരും. പിന്നെ സ്കൂൾ തുറക്കാൻ ഇവിടുന്ന് പോകില്ല. മുത്തശ്ശിയുടെ പുറകെയാണ് ഇങ്ങനെ പറമ്പിലൊക്കെ പോകാനായിട്ട്. ഒരു 6 മക്കളെ മുത്തശ്ശിക്ക്. മുത്തശ്ശിയുടെ പേര് പറയാം, മീനാക്ഷി അമ്മ എന്ന പേര്. പക്ഷേ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന നമ്പറമ്മ. ഞാനൊന്നുമില്ല, ഞങ്ങളെല്ലാവരും. ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാനാണ് ആ പേര് ആദ്യമായിട്ട് വിളിക്കുന്നത്, മുത്തശ്ശീനെ നമ്പറമ്മ എന്നല്ല. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്ര ലേറ്റ് ആയിട്ടാണ് എല്ലാവരും എത്തിയിരിക്കും. എങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയിരിക്കും. തറവാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും. പറക്കം മുട്ടിക്കലും പരിപാടിയൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും ലൈഫ്. നേരത്തെ ഉറങ്ങാനൊന്നും സ്ഥലം ഉണ്ടാവില്ല കാര്യമായിട്ടില്ലായിരുന്നു. കാരണം 3 മുറിയേ ഉള്ളൂ. ഇത്ര പേര് 10-20 പേരുമായി വീട്ടിൽ, 20 ആൾക്കാർ മേളിലായി. അങ്ങനെ കട്ട്ലേറ്റും സോഫയിലും നിലത്തും ഈവൻ ടേബിളിൻ്റെ മേളിൽ ഒരു ആൾക്കാരായി കിടക്കാനായിട്ട്. അങ്ങനെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് അവിടെ വെച്ചതൊക്കെ സ്റ്റോപ്പായി. ആ ഒരു പ്രളയവും കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ കണക്ഷനൊക്കെ നിന്നു. എല്ലാവരും തമ്മിൽ വിളിക്കലില്ലാണ്ടായി. അന്നത്തെ കുഞ്ഞു പിള്ളേരൊക്കെ വലുതായി. ഞങ്ങൾ പഠിത്തമായി, ജോലിയായി. കുറേ പേർക്ക് ഇതൊക്കെ ലീവില്ലാണ്ടായി. ആരും വരവില്ലാണ്ടായി. കംപ്ലീറ്റ്ലി ആ കണക്ഷൻ നിന്നുപോയി ഫാമിലിയുടെ. അങ്ങനെ നിന്നുപോയ കണക്ഷൻ ഞങ്ങളിപ്പോൾ എല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടുന്നത് ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ്. ഫെബ്രുവരി 26-ാണ് എല്ലാവരും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ മുത്തശ്ശൻ ഞങ്ങളുടെ കൂടെ ഇല്ല, ആൾ പോയി. അപ്പോൾ ആൾ മരിച്ചതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ടാണ് അന്ന് ഞങ്ങളെല്ലാവരും കൂടെ വന്നത്. എന്താ പറയണേ, ഇത്ര കൂടുതലുള്ള ലൈഫാണ്. ആർക്കും എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. ലൈഫ് ഈസ് ടു ഷോർട്ട് കേട്ടല്ലേ. അപ്പോൾ സമയമുള്ളപ്പോൾ സന്തോഷിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് സമയം കിട്ടിക്കഴിയുമ്പോൾ അന്ന് സന്തോഷിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു വരില്ല. ഇപ്പോൾ എന്ത് സാധനമുള്ളത് നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലാണ് അത് നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ഒരിക്കലും അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. പിന്നെ ആൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അല്ലേ.